ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളുടെ ഐസമോളുടെ ഡേ കെയർ വിശേഷമാണ് കേട്ടോ. ഐസമോളുടെ ഡേ കെയറിൽ പോണ ആ ഒരു രാവിലത്തെ ടൈമും ഈവനിങ് ടൈമും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഒരു 9:30 ആയിക്കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങും. ഇവിടെ ഈ ഡേ കെയറിലാക്കിയതിന് ശേഷം ഐസമോൾ നല്ല ഹാപ്പിയാണ്. പിന്നെ ഡെയിലി ഫോട്ടോ എടുക്കണം. വാ, എവിടേക്കാ പോണു? വായോ. അതെ. പിന്നെ ചില സമയങ്ങളിൽ ഞങ്ങൾക്ക് കടയിൽ പോകണം കേട്ടോ. ഡേ കെയറിൻ്റെ അടുത്തൊരു കട ഉണ്ട്. ചില ടൈമിൽ നമ്മളവിടെ വലിച്ചു കൊണ്ടുപോകും ആ കടയിൽ പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് നേരെ അവൾ അങ്ങോട്ട് റിട്ടേൺ പോയത്. പിന്നെ ഈ ഏരിയ ഒക്കെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടാവും. ഞങ്ങളുടെ കുഞ്ഞിത്തക്കാളിയൊക്കെ ഉള്ള ഏരിയയാണ്. അപ്പോൾ ഇത് ഷോർട്ട് കട്ട് വഴിയാണ് കേട്ടോ. കാരണം സ്ട്രെയിറ്റ് വഴി പോകണമെന്നുണ്ടെങ്കിൽ 1.5 കിലോമീറ്റർ നടക്കണം. അപ്പോൾ എനിക്കും 10 മണിക്ക് ഓഫീസിലെത്തണം. 6 മണി വരെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ 6 മണിക്ക് ഐസാടത് കഴിയും. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് മുന്നേ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഈ വഴി വരാറ്. ഫസ്റ്റ് ഒരു വീക്കൊക്കെ അവൾ ഇങ്ങനെ കരഞ്ഞിരുന്നു കേട്ടോ. കൊണ്ടാക്കാൻ പോകുമ്പോഴൊക്കെ കരഞ്ഞിട്ടുണ്ടായിരുന്നു. അവളെ നന്നായി നോക്കുന്നുണ്ട്. അപ്പോൾ ഈ വഴിയാണ് ശരിക്കും ഞങ്ങൾക്ക് വരാൻ പറ്റുക. അപ്പോൾ അവിടെ അവർ ബ്ലോക്ക് ചെയ്ത്. ഫോട്ടോ എടുക്കണ്ടേ? എവിടെ നിന്നിട്ടാ ഫോട്ടോ എടുക്കുക? ആ, ഈ കാറിൻ്റെ അടുത്ത് വെക്കുക അല്ലേ? അതെ, എന്നാ വേണ്ട, വായോ. അപ്പോൾ ഈ റോഡ് ഫുള്ള് കാറാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കാറിൻ്റെ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കണം. ഡെയിലി ഫോട്ടോ എടുത്ത് കൊടുക്കും. പിന്നെ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കേട്ടോ ഇത്. ഞങ്ങളുടെ തൊട്ട് അടുത്ത റോഡാണ്. പിന്നെ അവളുടെ ഡേ കെയർ വീട്ടിലാണ് കേട്ടോ. അത് നമ്മൾ കാണിച്ചു കൊടുത്താൽ എവിടെ വീട്? അപ്പോൾ ഞങ്ങൾ ഇവിടെ കൊണ്ടാക്കാൻ വരുമ്പോൾ ഈ വീട് കഴിഞ്ഞിട്ടാണ് കട. അപ്പോൾ എന്നെ കടയിൽ കൊണ്ടുപോയിട്ടാ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ. എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണോ? ഡെയിലി ഒന്നും വാങ്ങിച്ചു കൊടുക്കില്ല കേട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ ഈ വീട്ടിൽ ഡേ കെയർ ആയിട്ടും പിള്ളേരുണ്ട്, അല്ലാണ്ട് ട്യൂഷനിക്കും പിള്ളേർ വരുന്നുണ്ട്. അപ്പോൾ അവൾക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ആയ കാരണം അവൾ നല്ല ഹാപ്പിയാണ് ഇപ്പോൾ ഇവിടെ പോവാൻ. അത് പോയി വായ. പാമ്പ് പോയി. സ്നെയിൽ. അപ്പോൾ ഇന്നലെ ഞങ്ങളൊരു ഒച്ചിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മതിലുമേൽ. അപ്പോൾ അതാണ് അവൾ ചോദിക്കുന്നത്. ചെറിയ കുട്ടികളാണ് കേട്ടോ ഇനി അവിടെ ഉള്ളത്. അപ്പോൾ ആൻറ്റി നന്നായി നോക്കും. എനിക്ക് ഭയങ്കര സമാധാനമാണ് ഇവിടെ ആക്കി കൊടുത്തതിന് ശേഷം. അതാണ് പ്രതീക്ഷ, ഐസയുടെ ഫ്രണ്ട്. ബൈ ഏതമ്മ, ഒരു ഉമ്മ ചെരുപ്പ് അയച്ചില്ല. ബൈ ബൈ പ്രതീക്ഷ. അപ്പോൾ ഇന്ന് കണ്ടില്ല, അവൾ നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ. ഇനി ഞാൻ നേരെ ഓഫീസിൽ പോകട്ടാ. ഇപ്പോൾ 6 മണിയായിട്ടാ. നല്ല ലേറ്റ്. ഐസാനെ വിളിക്കാൻ പോവാണ് ഞാൻ ഓഫീസിൽ നിന്ന് നേരിട്ട് ഐസാനെ വിളിക്കാൻ വരുള്ളൂ. വീട്ടിൽ കയറാറില്ല. ഓക്കെ. ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ തന്നെ നല്ല സ്പീഡിലായിരിക്കും നടക്കുന്നുണ്ടാവുക. കാരണം ഈ ടൈമൊക്കെ ആകുമ്പോഴേക്കും നല്ല ലേറ്റ് എല്ലാം പോയി ഇരുട്ടാവട്ടെ. അപ്പോൾ ഞങ്ങളുടെ ഷോർട്ട് കട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് ഡേഞ്ചറാണ്. ഐസ അങ്ങനെ ഞങ്ങൾ ഐസാനെ വിളിച്ചിട്ട് വന്നില്ലേ. ഐസ എവിടെ പോയതാ? ആരെ വീട്ടിലാ? ഷീമ വീടല്ല. ആരെ വീട്ടിൽ പോയത്? ആൻറ്റി വീട്ടിൽ പോയില്ലേ? ഓക്കെ, ബായ് പറഞ്ഞേ. ഫോണിൽ ബായ് പറഞ്ഞേ. ബായ്. പിന്നെ കാണാതെ. ഓക്കെ. അപ്പോൾ ഐസ ആ സമയത്ത് ഉറങ്ങിയ കാരണം ഐസാക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കവറും ബാഗും ഐസാനൊക്കെ എടുത്തിട്ടാണ് ഞാൻ പിന്നെ വീട്ടിൽ പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.